ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കോ എന്ന മൂവിയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ആണ്. സോ ഈ ഒരു മൂവിയുടെ ടീസർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലതും എന്റെ ഒരു പ്രഡിക്ഷൻ മാത്രമായിരിക്കും. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മാർക്കോ ടീസർ മാത്രമേ ഇതൊരു റിലീസ് ആയിട്ടുള്ളൂ. മാർക്കോ ട്രെയിലർ റിലീസ് ചെയ്യാതെ നേരെ പടം റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് അവർ. സോ അതുകൊണ്ടൊക്കെ തന്നെ ടീസർ കാണിച്ചുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിന്റെ ഒരു പോസിബിലിറ്റി മാത്രമേ നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, മാർക്കോയും മിഗാലും തമ്മിൽ എന്താണ് ബന്ധം? രണ്ടാമത്തെ കാര്യം, മാർക്കോ ജൂനിയർ തന്നെയാണോ ഈ മൂവിയിലെ മാർക്കോ എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, മാർക്കോ എന്ന മൂവിയിൽ നിവിൻ പോളി ഉണ്ടാവുമോ? അതായത് മാർക്കോയിൽ മൈക്കിളിന്റെ ക്യാമിയോ ഉണ്ടാവുമോ? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കോ എന്ന മൂവി മിഗായിലുമായിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഗായിൽ എന്ന മൂവിക്ക് മുമ്പും ശേഷമുള്ള കഥകളാണ് മാർക്കോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തിന്റെ ഒരു വേറെ ലെവൽ സ്പിൻ ഓഫ് ആണ് നമ്മൾ ഇതിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അത് ഉണ്ണിമോഹൻ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം കൂടിയാണ്. പലരും പറയുന്നത് കേട്ടു ഇത് മാർക്കോ സീനിയർ ആണെന്നുള്ള കാര്യം. ഇത് മാർക്കോ സീനിയർ ആവാൻ ഒരു ചാൻസും ഇല്ല. കാരണം മിഗായിൽ മൂവിയിൽ തന്നെ മാർക്കോ സീനിയറിനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിന്റെ അപ്പം മാർക്കോ സീനിയറെ കൊന്നു തള്ളിയ മാംഗ്ലൂരുകാരൻ റെഡ്ഡിയുടെ ഇടനെഞ്ചിൽ വെടിയുതിർക്കാൻ എന്റെ സഹായ ജോർജ് തേടിയത്. സോ മാർക്കോയിൽ വരാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ ജൂനിയർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം, മാർക്കോ എന്ന മൂവിക്ക് മിഗായിലുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ മിഗായിൽ എന്ന മൂവിയുടെ സ്റ്റോറി നടക്കുന്നത് 2019 ടൈം പീരീഡിലാണ്. എന്നാൽ മാർക്കോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2020 ശേഷമുള്ള കഥയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മാർക്കോ ഉപയോഗിക്കുന്ന വാഹനമാണ്. അതായത് ഈ മൂവിയിൽ മാർക്കോ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ലാൻഡ് റോവർ ഡിഫൻഡർ ആണ്. ലാൻഡ് റോവർ ഡിഫൻഡർ ലോഞ്ച് ആയിട്ടുള്ളത് 2020 സോ 2019 മിഗായിലിന്റെ കഥ കാണിക്കുന്നതെങ്കിൽ 2020 മാർക്കോയുടെ കഥ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് മിഗായിലുമായിട്ട് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ മിഗായിലുമായിട്ട് ഈ സിനിമയ്ക്ക് കണക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, മിഗായിലുള്ള പല ക്യാരക്ടേഴ്സും ഈ സിനിമയിൽ ഉണ്ടെന്നുള്ള കാര്യമാണ്. മാർക്കോ എന്ന മൂവിയിലെ കാസ്റ്റിംഗിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോയിൽ നമുക്ക് മിഗായിലുള്ള പല ആൾക്കാരെ കാണാൻ സാധിക്കും. അതായത് സിദ്ദിഖിന്റെ കഥാപാത്രമായിട്ടുള്ള ജോർജ് പീറ്റർ എന്ന കഥാപാത്രവും, സുദേവ് നായരുടെ കഥാപാത്രമായിട്ടുള്ള ഫ്രാൻസിസ് ഡേവിസ് എന്ന കഥാപാത്രവും, ഷാജോണിന്റെ കഥാപാത്രമായിട്ടുള്ള പാട്രിക് എന്ന കഥാപാത്രത്തിനെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല സിജോ വർഗീസ് ചെയ്തിട്ടുള്ള എബ്രഹാം ഡേവിസ് എന്ന കഥാപാത്രവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു എബ്രഹാം ഡേവിസിനെയാണ് മാർക്കോയുടെ ഇൻട്രോ സീനിൽ മാർക്കോ കൊന്നു കളയുന്നത്. സോ ഇവരെയൊക്കെ തന്നെ നമുക്ക് മാർക്കോ എന്ന മൂവിയിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. മാത്രമല്ല ഇതിൽ നിവിൻ പോളിയും കാണാൻ സാധിക്കും. നിവിൻ പോളിക്ക് എന്താണ് ഈ സിനിമയിൽ റോൾ എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോ അവസാനം പറയുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സോ മിഗായിലുള്ള പല ക്യാരക്ടേഴ്സും ഈ മൂവിയിലുണ്ട് എന്ന് വെച്ച് ഈ മൂവി മിഗായിലുമായിട്ട് ഭയങ്കര വലിയ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. മിഗായിലെ ക്യാരക്ടേഴ്സ് ഇതിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എങ്കിലും മിഗായിന്റെ സ്റ്റോറിയുമായിട്ട് ഇതിന് വലിയ സിങ്ക് ഒന്നും കാണത്തില്ല. ഇതിൽ കാണിക്കാൻ പോകുന്നത് മാർക്കോ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം മിഗായിൽ എന്ന മൂവിയിൽ ഒരു സീനിൽ പാട്രിക് പറയുന്നുണ്ട് മാർക്കോയെ കൊന്നാലും ഇത് ഇവിടെ അവസാനിക്കത്തില്ലെന്ന കാര്യം പറയുന്നുണ്ട്. ബുദ്ധിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് ഇപ്പോഴാ. മാർക്കോയെ തീർത്താൽ ഒന്നും തീരില്ല. അതായത് മാർക്കോ മരിച്ചാലും ഇത് ഇവിടെ അവസാനിക്കത്തില്ലെന്ന് പറയുമ്പോൾ മാർക്കോയ്ക്കായാലും വലിയ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ അതൊക്കെ ഒരു പോയിന്റ്സ് ആണ്. അതായത് മാർക്കോ എന്ന മൂവിയിലേക്കുള്ള ഓരോ ലീഡ്സ് ആണ് അവിടെ പറഞ്ഞു പോകുന്നത്. രണ്ടാമത്തെ കാര്യം, മാർക്കോ ജൂനിയർ തന്നെയാണോ ഈ മാർക്കോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് മിഗായിൽ എന്ന മൂവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ ഒരു ബോക്സർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം മാർക്കോ ഒരു ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ റെസ്ലിംഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് മാർക്കോ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ ടീസർ കാണിക്കുന്ന സമയത്ത് അതിലൊരു സീനിൽ മാർക്കോ ആണെങ്കിൽ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും. അതായത് ബോക്സേഴ്സ് ധരിക്കുന്ന കയ്യിലിടുന്ന ഹാൻഡ് റബ്സ് ധരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർക്കോ ബോക്സിങ്ങും റെസ്ലിംഗും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ള കാര്യം. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് മിഗായിൽ എന്ന മൂവിയിൽ തന്നെ കാണാൻ സാധിക്കും. ഒന്നാമത്തത്, ആ ഒരു കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ മാർക്കോ ജൂനിയർ വരികയും അവിടുത്തെ ടിവിയിലുണ്ടായിരുന്ന പ്രോഗ്രാം മാറ്റിയിട്ട് റെസ്ലിംഗ് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തത്, ഫ്രാൻസിസ് മാർക്കോയുടെ വീട്ടിലേക്ക് കയറുകയും മാർക്കോയെ കൊല്ലാൻ നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് മാർക്കോ ഫ്രാൻസിസിനെ ഒരു ലോക്ക് ഇടുന്നുണ്ട്. ആ ഒരു ലോക്ക് എന്ന് പറയുന്നത് റെസ്ലിംഗിലും ബോക്സിലും കാണാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ലോക്കാണ്. ഇതേ ലോക്ക് തന്നെയാണ് മിഗായിലിന്റെ ക്ലൈമാക്സിൽ നിവിൻ പോളിയെ മാർക്കോ ഇടുന്നത്. എന്നിട്ട് റെസ്ലിംഗിലുള്ളതുപോലെ തന്നെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജെനിഫറിനോട് പറയുന്നത്. സോ ഈ ഒരു പോസിബിലിറ്റി വെച്ചിട്ട് രണ്ടാൾ സെയിം എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഒരു ഇന്റർവ്യൂവിൽ ഉണ്ണിമോഹൻ തന്നെ പറയുന്നുണ്ട് മിഗായിലെ മാർക്കോ ജൂനിയറിന്റെ ഒരു സ്പിൻ ഓഫ് ആണ് മാർക്കോ എന്ന മൂവി എന്ന് പറയുന്നുണ്ട്. മാർക്കോസിലേക്ക് വരാം. മാർക്കോസിന്റെ സ്പിൻ ഓഫ് വരുന്നു പോസ്റ്റേഴ്സ്. മിഗായിലിന്റെ ക്യാരക്ടറായ മാർക്കോസിന്റെ സ്പിൻ ഓഫ് വരുന്നു. സോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മൂവി മാർക്കോ ജൂനിയറിന്റെ സ്പിൻ ഓഫ് ആണ്. അതായത് മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രം ഒരു ഹീറോ ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഈ മൂവിയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അത് ഉണ്ണിമുഖം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം കൂടിയാണ്. ഈ ഒരു മാർക്കോ എന്ന മൂവിയുടെ കഥ അല്ലെങ്കിൽ മാർക്കോയുടെ കഥ ഇവിടെ കൂടെ അവസാനിക്കത്തില്ല. ഇതിങ്ങനെ സീക്വലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മൂവിക്ക് ഒരു 3-4 പാർട്ട് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ണിമൂന്ന് തന്നെ പറയുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. അതായത് മാർക്കോയെ വെച്ചിട്ട് ഒരുപാട് എലമെന്റ്സ് ചെയ്യാനുണ്ട്. അത് നമുക്ക് മിഗായൽ എന്ന മൂവിയിൽ പല സീനിലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മിഗായൽ എന്ന മൂവിയിൽ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് മാർക്കോ ജൂനിയറിന്റെ ബാക്ക് സ്റ്റോറി മിഗായലിനകത്ത് പറയുന്നില്ല എന്നുള്ള കാര്യം. തന്റെ ബ്രദറിനെ കൊന്ന സമയത്ത് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരികയും അതിന്റെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കാണിക്കുന്നത്. ഇനി മിഗായൽ എന്ന മൂവി നോക്കുന്ന സമയത്ത് മിഗായലിനകത്ത് എബ്രഹാം ഡേവിസ് എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തിനെ മാർക്കോ ഇന്റർ സീനിൽ മാർക്കോ കൊല്ലുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് എന്തിനാണ് മാർക്കോ അയാളെ കൊല്ലുന്നതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് സിനിമയിലൂടെ മനസ്സിലായിട്ടില്ല. അത് ജസ്റ്റ് ആ ഒരു ഈഗോ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കത്തില്ല. അതായത് ഈ എബ്രഹാം ഡേവിസ് എന്ന വ്യക്തി മുമ്പ് ഇതിലുള്ള എന്തെങ്കിലും റീസന്റെ പുറത്തായിരിക്കണം മാർക്കോ അയാളെ കൊന്നിട്ടുണ്ടായിരിക്കുക. അല്ലാതെ വെറുതെ ഒരു ഈഗോന് പുറത്തായിരിക്കത്തില്ല മാർക്കോ ജൂനിയർ എബ്രഹാം ഡേവിസിനെ കൊന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഒരു ഈഗോന് പുറത്ത് കൊന്നതാണെന്നുണ്ടെങ്കിൽ മൈക്കിളിനെ എത്രയും പെട്ടെന്ന് മിഗായലിനകത്ത് മാർക്ക് കൊന്നേനെ. അങ്ങനെ മിഗായൽ എന്ന സിനിമയുടെ കഥ അവസാനിച്ചേനെ. പക്ഷേ അതിനിടയ്ക്ക് മാർക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്. അതായത് മിഗായൽ എന്ന സിനിമയിൽ തന്നെ മാർക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മാർക്കോന്റെ ഓരോ മൂവ്മെന്റ്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വിചിത്രമായിട്ടാണ്. ഈ മിഗായൽ എന്ന മൂവിയിൽ ഒരു സീനിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് മാസ്ക് ഉള്ള ഒരു ഇവിളിനെ കാണാൻ സാധിക്കും. ഈ ഒരു ഇവിളിനെ പോലെ തന്നെ മാർക്കോയുടെ ടീച്ചറിനകത്തും ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവർക്ക് ഇവിൾസുമായിട്ട് എന്തൊക്കെ ബന്ധങ്ങളുണ്ട്. മറ്റൊന്ന്, മിഗായലിനകത്തെ ഈസ എന്ന പോലീസ് കഥാപാത്രം ഉണ്ടല്ലോ, അയാളും പാട്രിക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈസ പറഞ്ഞിട്ടാണ് പാട്രിക്കിനെ മൈക്കിൾ കൊന്നുകളയുന്നത്. സോ ഇവർക്കൊക്കെ തമ്മിൽ എന്തൊക്കെ ഒരു ബന്ധങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അതൊക്കെ തന്നെ ഈ മാർക്ക് മൂവി സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കാം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് മിഗായൽ എന്ന മൂവിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടാണ് അതിന് കഥ അവസാനിപ്പിക്കുന്നത്. മറ്റൊന്ന്, പലരും പറയുന്നുണ്ട് ഈ മൂവിയിൽ മാർക്കോ ട്വിൻസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ്. അതായത് മാർക്കോ ഒരു ചേട്ടനടി ബന്ധം എന്ന രീതിയിലാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇതിൽ ടിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യമാണ്. മാർക്കോ സീനിയർ എന്ന് പറയുന്നത് മാർക്കോ ജൂനിയറിന്റെ ഫാദർ ആണ്. അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് മിഗായൽ എന്ന മൂവിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല മിഗായൽ എന്ന മൂവിയിൽ മാർക്കോ സീനിയർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ മാർക്കോ എന്ന മൂവിയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് മാർക്കോ സീനിയറിന്റെ കഥ ആയിരിക്കില്ല, മാർക്കോ ജൂനിയറിന്റെ കഥ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഇനി മറ്റൊന്ന്, ഇവിടെ മാർക്കോയുടെ ഫാമിലി ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ബിസിനസ് ആണ്. മാർക്കോ എന്ന മൂവിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണിത്. അതായത് ഗോൾഡ് ബിസിനസ് നടത്തുന്ന ഒരു ടീമാണ് ഇവരെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ ചെയ്യുന്നത് ഗോൾഡിന്റെ പരിപാടിയാണെന്നുള്ള കാര്യം മിഗായൽ എന്ന മൂവി തന്നെ ഒരു സീനിൽ പറയുന്നുണ്ട്. എന്താണ് എനിക്ക് ഇത്ര ചൊറി? തീറ്റത്തിന്റെ കളറുള്ള ലോഹം വിട്ട് ആളെ എന്നോട് കാണിക്കല്ല. ഇനി മറ്റൊന്ന്, ഈ മൂവിയിൽ നിവിൻ പോളിയുടെ മൈക്കിൾ എന്ന കഥാപാത്രത്തിന്റെ ക്യാമിയോ ഉണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൂവിയുടെ അവസാനം വല്ലതും നമ്മുടെ നിവിൻ പോളിയുടെ ക്യാമിയോ വരാൻ, അതായത് മൈക്കിളിന്റെ ക്യാമിയോ ഒരു ഗസ്റ്റ് റോൾ പോലെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ മൂവിയുടെ പല ഇവന്റ്സിന്റെ സമയത്തും നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഈ മൂവിയിൽ നിവിൻ പോളി ഉണ്ടെന്ന കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഈ മാർക്കോ എന്ന മൂവി മിഗായലിന് ശേഷമുള്ള കഥയാണ് കാണിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിഗായലിലുള്ള മൈക്കിൾ എന്ന കഥാപാത്രം ഇതിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ 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 കൂടുതലാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ ടീച്ചറിനകത്ത് ഒരു സീനിൽ നമുക്ക് സിദ്ദിഖിനെ കാണാൻ സാധിക്കും. അതായത് ജോർജ് പീറ്റർ എന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നുണ്ട്. അതായത് വലിയ പ്രായമൊന്നുമില്ലാത്ത ആ ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. ആ ഒരു സീൻ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഗായലിനകത്ത് ജോർജ് പീറ്റർ മരിക്കുന്നുണ്ട്, അത് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷെ എങ്ങനെയാണ് മാർക്കോയ്ക്കകത്ത് ജോർജ് പീറ്റർ വരുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൂവി എന്ന് പറഞ്ഞാൽ മിഗായൽ എന്ന മൂവിക്ക് മുമ്പും ശേഷം നടക്കുന്ന കഥയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ ജൂനിയർ ചെയ്തു വെച്ചിട്ടുള്ള പല ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ടീച്ചറിലെ സീനായിട്ട് കാണിക്കുന്നത്. ഈ മൂവിക്ക് അതിന്റെ അണിയറ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഹൈപ്പാണ് കൊടുക്കുന്നത്. ഈ ഒരു ഹൈപ്പ് ഇത്രയും കൊടുക്കുന്നത് അത്രയും വെർത്ത് ആണെന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെർത്ത് ആയിരിക്കും. കാരണം അതുപോലെ അവര് ഈ മൂവിക്ക് വേണ്ടി പണി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ മലയാള മൂവിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ഒരു പടമായിരിക്കും ഇത്. അതായത് ടീച്ചർ തന്നെ നമ്മൾ കണ്ടപ്പോൾ പലർക്കും ഷോക്ക് ആയിട്ടുണ്ടായിരിക്കും. കാരണം അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ടീച്ചറിന് അത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവിക്കകത്ത് പല സീനുകളുണ്ട്. അതായത് ചെയിൻസ് ഉപയോഗിച്ച് മാർക്ക് ഓരോരുത്തരെ കീറി മുറിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മൂവിക്കകത്ത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മൂവിയിൽ ഒരുപാട് സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് ഒരു നവജാത ശിശുവിന്റെ തലയാണെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള സീനാണ്. സോ ആ ഒരു സീനൊക്കെ മൂവിയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരുപാട് ബ്രൂട്ടൽ സീൻസ് സിനിമയ്ക്കകത്ത് നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സീനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് ഒരു ദയം കാണിക്കാതെ അത്രയും വയലന്റ് ആയിട്ട് ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു പടമായിരിക്കും മാർക്കോ എന്നുള്ള കാര്യമാണ്. സോ അവർ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അവർ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ടീസറിനകത്താണെങ്കിൽ ഒരുപാട് ആൾക്കാരെ മാർക്കോ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് വെറുതെ കൊല്ലുന്നേ അല്ല, ആ ഒരു കൊല്ലുന്നതിന് ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ട്. അതായത് മാർക്കോയുടെ ഒരു പക്ക റിവഞ്ച് ആണ് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ മരിച്ചു വീഴുമ്പോഴാണെന്നുള്ള കാര്യമാണ്. മാർക്കോയ്ക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് മാർക്കോയുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ അല്ലെങ്കിൽ മാർക്കോയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഈ മൂവിയിൽ മരിക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു എക്സ്ട്രീം ലെവല് റിവെഞ്ച്
ചേഞ്ച് ആയിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മാർക്കോ എന്ന മൂവിയിലൂടെ. മിഗായൽ എന്ന മൂവിയിലെ മാർക്കോ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കോയും ഈ മാർക്കോയുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ആയിരിക്കും ആ ഒരു ക്യാരക്ടറിൽ കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ അപ്പിയറൻസിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്റെ കുറച്ച് കൺക്ലൂഷൻസ് ആണ്. അതായത് മിഗായൽ എന്ന മൂവി കണ്ടതിന് ശേഷവും മാർക്കോ ടീസർ കണ്ടതിന് ശേഷവും എനിക്കുണ്ടായ കുറച്ച് ഡൗട്ടുകളാണ്. മിഗായൽ എന്ന മൂവിയിൽ മാർക്കോ ഉപയോഗിക്കുന്ന കാർ എന്ന് പറയുന്നത് ഒരു ജാഗ്വാർ ആണ്. എന്നാൽ മാർക്കോ എന്ന മൂവിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കോ ഉപയോഗിക്കാൻ പോകുന്ന കാർ എന്ന് പറയുന്നത് ലാൻഡ് റോവർ ഡിഫൻഡർ ആണ്. സോ സ്പിൻ ഓഫ് എന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവൽ സ്പിൻ ഓഫ് തന്നെ ആയിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ സ്പോയിലർ അടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ട്രെയിലർ പോലും റിലീസ് ചെയ്യാതെ നേരെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മിഗായലിൽ കണ്ട അതേ മാർക്കോയുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ആ ഒരു സ്യാഗോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചെന്ന് വരത്തില്ലായിരിക്കും. രണ്ടും ഒരേ ആളാണെങ്കിൽ പോലും കൈൻഡ്ലി നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം ഇതൊരു സ്പിൻ ഓഫ് മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു വില്ലൻ കഥാപാത്രത്തിനെ നായകനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയുടെ ടീസർ കണ്ടിട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം താഴെ കമന്റ് ചെയ്യുക. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.